ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന ഇറാന്റെ UN പ്രതിനിധി അമീസ് സയ്യിദ് ഇറവാനി. എന്നാൽ പരമാധികാരം ഉപേക്ഷിക്കില്ലെന്നും ഇറവാനി കൂട്ടിച്ചേർത്തു. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷം വഷളാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇറവാനി വ്യക്തമാക്കി. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ UN സുരക്ഷാ കൗൺസിൽ ഉറച്ച നിലപാടെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരെ അമേരിക്ക മനഃപൂർവ്വം സൈനിക ആക്രമണം നടത്തിയെന്നും ഇറവാനി ചൂണ്ടിക്കാട്ടി. ഇറാനെതിരെ നടന്നത് നേരത്തെ കണക്കുകൂട്ടിയ ആക്രമണമാണ്. രാജ്യത്തെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ് US ലക്ഷ്യം വെച്ചത്. നൂറുകണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് പരിക്കേറ്റുവെന്നും ഇറവാനി പറഞ്ഞു. ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണം UN ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിത്തറയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വ്യക്തമായ ഒരു ആക്രമണമാണ് ഇറാനെതിരെ USഉം ഇസ്രയേലും ചേർന്ന് നടത്തിയത്. ഈ നീക്കം മുഴുവൻ അന്താരാഷ്ട്ര സംവിധാനത്തെയും അപകടത്തിലാക്കി. തെക്കൻ ഇറാനിലെ ഹോർമുസ്ഗാൻ പ്രവിശ്യയിലെ മിനാബ് എന്ന പ്രദേശത്തെ സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 165 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. നിരപരാധികളായ കുഞ്ഞുങ്ങൾ. ഇവയെല്ലാം യുദ്ധക്കുറ്റങ്ങളാണെന്നും ഇറവാനി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയ്ക്ക് മൗനം പാലിക്കാൻ കഴിയില്ലെന്നും ഇറാൻ പ്രതിനിധി കൂട്ടിച്ചേർത്തു. ഇറാൻ ആർക്കും ഭീഷണിയല്ല. രാജ്യത്തെ ആണവ പദ്ധതികൾ തികച്ചും സമാധാനപരമാണ്. ഇറാൻ ഗൗരവമേറിയ നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അമീസ് സയ്യിദ് ഇറവാനി വ്യക്തമാക്കി. ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണത്തെ ന്യായീകരിക്കുന്ന നിയമപരമായ കാരണങ്ങളൊന്നും ഇല്ല എന്നും ഇറവാനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇറാനിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമെതിരായ ആക്രമണങ്ങളിൽ ആശങ്കയുണ്ട് എന്നും യുനെസ്കോ പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പഠന കേന്ദ്രത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ക്ലാസുകളിൽ വെച്ചാണ് കുട്ടികൾ മരിച്ചത്. ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമം സ്കൂളുകൾക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും യുനെസ്കോ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അപകടത്തിലാക്കും. മാത്രമല്ല വിദ്യാഭ്യാസ അവകാശത്തെ ദുർബലപ്പെടുത്തുമെന്നും യുനെസ്കോ പറഞ്ഞു. സ്കൂളുകൾ സംരക്ഷിക്കാനുള്ള കടമ എല്ലാ കക്ഷികൾക്കുമുണ്ടെന്നും UN ഏജൻസി ഓർമ്മിപ്പിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം ഈ മേഖലയിലെ പൈതൃക കേന്ദ്രങ്ങളെയും ബാധിക്കുമെന്നും യുനെസ്കോ മറ്റൊരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. 1954 ഹേഗ് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടിയാണ് യുനെസ്കോയുടെ പ്രതികരണം എത്തിയത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് മടങ്ങാൻ US പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുലർച്ചെയോടെ കുവൈറ്റിലെ US സൈനിക താവളത്തിന് നേരെ 10 ഡ്രോണുകളാണ് ഇറാൻ പ്രയോഗിച്ചത്. സൗദി അറേബ്യയിൽ തുടർച്ചയായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം റിയാദിലെ US എംബസിക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണവും നടത്തി. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് എംബസി കെട്ടിടത്തിന് തീപിടിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട്. റിയാദിലെ നയതന്ത്ര മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ചു വീഴ്ത്തി. റിയാദിലെ എംബസി ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ടെഹ്റാനിലും ഇസ്രയേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിലെ IRIB കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.